ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ബന്ദി ചെടികൾക്ക് വളമിടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൈകളും വിത്തുകളും ഒക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം ഒരു തൈക്ക് നമ്മൾ 100 ഫിൽസ് വീതം കൊടുക്കണം. 100 ഫിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 20-25 രൂപയോളം കൊടുക്കണം ഒരു തൈക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പം ഈ തൈകൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ അവരുടെ ഗാർഡനിലുണ്ട്. പക്ഷെ നാട്ടിലെ പോലെ നമുക്കിവിടെ എപ്പോഴും എല്ലായിടത്തു നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഓഫീസിലെ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ആൾ നമുക്ക് തന്നതാണ്. അപ്പോൾ നമ്മളിതിനെ കൊണ്ടുവന്ന് നട്ടിട്ട് ഇപ്പോൾ 2 ദിവസമായി. വലിയ തൈകളായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ഇന്ന് നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്തിൽ ഇങ്ങനെ ചെറിയ മുട്ടുകൾ വരുന്നുണ്ട്. ഇത് നാട്ടിലെ പോലെ ചെറിയ സൈസ് ബന്ദിയല്ല, നല്ല വലിയ പൂക്കൾ പിടിക്കുന്ന ബന്ദികളാണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വളം കൊടുത്താൽ മാത്രമേ നമുക്കങ്ങനെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് വളം ഇടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴെയായിട്ട് കുറേ നമ്മുടെ നാട്ടിലെ 10 മണി ചെടികൾ കഴിഞ്ഞ വർഷം വെച്ചതുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ അവിടെ നിർത്തി ബാക്കിയൊക്കെ പറിച്ച് കളയുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനും നമ്മൾ കോഴിവളം തന്നെയാണ് ഇടാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കണം. ഈ മണ്ണ് നമ്മുടെ നാട്ടിലെ പോലെ ലൂസായിട്ടുള്ള മണ്ണുമല്ല, അതുപോലെ തന്നെ നമുക്ക് ഇതൊരു മണലാണ്. വെള്ളം അധികം ഇങ്ങനെ പിടിച്ച് നിർത്താൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത മണലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന പോട്ടിംഗ് മിക്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. അതല്ലെങ്കിൽ കോഴിവളം ഇടും. ഇവിടെ കോഴിവളം അറക്കപ്പൊടിയുമായിട്ട് മിക്സായിട്ടാണ് കോഴിവളം വരുന്നത്. അപ്പം അത് മണ്ണിലിട്ട് മിക്സാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ മണ്ണിന് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വളം തന്നെ യൂസ് ചെയ്യുന്നത്. കോഴിവെള്ളം നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഒരിക്കലും ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതിങ്ങനെ അറക്കപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് കുറേ നാൾ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ഗാർഡനിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന മരുഭൂമികൾ പോലുള്ള ഏരിയയിൽ വളരുന്ന കുറേ ചെടികൾ ഇവിടെ പെട്ടെന്ന് മുളച്ച് വരാറുണ്ട്. അതിൻ്റെ വേരുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴത്തിൽ പോകും. നമുക്കത് വലുതായി കഴിഞ്ഞാൽ പിന്നെ പറിച്ച് കളയാൻ പ്രയാസമായിരിക്കും. പിന്നെ നിറയെ മുള്ളുകളുമായിരിക്കും. ഇതുപോലത്തെ ഐറ്റംസ് ഇത് നിറയെ മുള്ളുകളായിരിക്കും. നമുക്കിങ്ങനെ കൈകൊണ്ട് വലിച്ച് പറിച്ച് കളയാനൊന്നും പറ്റില്ല. ഇനി ഇതിൻ്റെ വേരുകളും ഇങ്ങനെ ആഴത്തിൽ പോയിട്ടുണ്ടാകും. ഈ ബന്ദിച്ചെടികൾ അങ്ങനെ ഹൈറ്റിൽ വളരുന്ന ടൈപ്പ് ഓഫ് ചെടികളല്ല. നമ്മുടെ നാട്ടിൽ നല്ല ഹൈറ്റിൽ വളരും. പക്ഷേ ഇത് അധികം ഹൈറ്റ് വെക്കാത്ത ഡാർഫായിട്ട് വളരുന്ന കുറച്ച് ചെടികളാണ്. നല്ല പൂക്കളും നല്ല ബ്രാഞ്ചസൊക്കെ നന്നായിട്ട് വരും. ഇതുപോലെ ബ്രാഞ്ചസൊക്കെ വരും. ബ്രാഞ്ചസ് വന്ന് നല്ല കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കും. കവർ ചെയ്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടൈപ്പാണിത്. നമ്മൾ ചെടികളായാലും പച്ചക്കറികളായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിന് വെള്ളവും വളവും കൊടുത്ത് നോക്കുക എന്നതാണ് പ്രധാനം.